വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ സംസിലി ഷെയറിങ്സ്. ഇന്ന് ഞങ്ങൾക്ക് ഈ വീട്ടിൽ വെച്ചിട്ടൊരു പാർട്ടി ഉണ്ട് കേട്ടോ. ആ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡിൽ ഒരു പ്ലാറ്റ്യൂ പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ഹൗസൊക്കെ നടത്താൻ പറ്റുന്ന പോലത്തെ ചെറിയൊരു എന്താ പറയുക ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് ചെറിയ മഴയും വലിയ ലൈറ്റിനിങ് ഒക്കെ ആയിട്ട് നല്ലൊരു എൻവയൺമെൻ്റ് ആയിരുന്നു. ക്ലോസ് ഫ്രണ്ട്സും ഫാമിലീസും ആയിരുന്നു അന്നുണ്ടായത്. പിന്നെ ബ്രിജാൻ്റെ ഓഫീസിലെ കൊളീഗ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഫിലിപ്പിനോ ഫ്രണ്ട്സും ബാക്കി കൊളീഗ്സും അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും എന്താ പറയുക ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് നല്ല വൈബിലായിരുന്നു. ഫുഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു. ചിക്കൻ, പ്രോൺ, മട്ടൺ, ഫിഷ്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കുറേ സൈഡ്സുമാണ് ഞങ്ങളെല്ലാവരും എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സിയു കുട്ടി കേട്ടോ. സിയുവും ബ്രിജോവും ഫ്രണ്ട്സാണ്. സിയുവിനെ ചെറുപ്പത്തിലേ അറിയുന്നതുകൊണ്ട് ബ്രിജോവായിട്ട് നല്ല കമ്പനിയാണ് എവിടെ വെച്ച് കണ്ടാലും. അപ്പം സിയുവിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബബിളാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഊതി കളിക്കുക. അപ്പം അവൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ബബിളാക്കിയിട്ട് ബ്രിജോൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുകയെ, എന്നിട്ട് ബ്രിജോ വേണം ഇങ്ങനെ ഊതാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഇവരുടെ ഈ ഇൻട്രാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ സിയോ വരുമ്പോഴത്തേക്കും ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ആമി, കുഞ്ഞു, ആദ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഗെയിമിങ്ങിലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ടു സെലിബ്രേറ്റ് ദ ഗെറ്റ് ടുഗെദർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അത് വലിയൊരു ഒച്ച്. പൊതുവേ എനിക്ക് ഒച്ചിനെ വലിയ ഇഷ്ടമില്ല, പക്ഷേ ഐ ഹാഡ് ടു ഷൂട്ട് ദ സ്നേൽ ബിക്കോസ് ഓഫ് ഇറ്റ് സൈസ്. ഹി വാസ് ഹ്യൂജ്. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഫുൾ ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. രാത്രിയൊക്കെ ഇരുന്ന് ഡിന്നർ കഴിക്കുക അല്ലെങ്കിൽ വെറുതെ ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ആ ചെയർസും ടേബിളൊക്കെ ഇറ്റ് റിയലി ഗോസ് വെൽ വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പ്ലാന്റ്സ് ആൻഡ് ഓൾ. ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന വീഡിയോ ആയിരിക്കും ഇത്. കാരണം ദർ ആർ ലോട്ട് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ശരിക്കും വലിയൊരു ഗാർഡനറൊക്കെ ഉണ്ടാവണം. പിന്നെ ഇതൊരു മാവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ഐ ഹവ് നെവർ സീൻ എ മാവ് ലൈക്ക് ദിസ്, ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നത്. കാരണം ഞാൻ വേറെ എന്തോ ആണെന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ ഇല കണ്ടപ്പോഴും പിന്നെ നല്ല മണവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാവാണെന്ന് വിചാരിച്ചത്. പിന്നെ ദിസ് വെറൈറ്റി ഓഫ് എന്താ പറയുക പ്ലാന്റ്സ്, ലീഫി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൈനാപ്പിളാണ് അവിടെ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, നമ്മളിതുവരെ കാണാത്ത ഫ്ലവറിങ് പ്ലാന്റ്സും. എനിക്ക് ഈ അടുത്താണ് ഈ പ്ലാന്റ്സിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം തുടങ്ങിയത്. എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇപ്പം എന്താ പറയുക ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങും. ഞാൻ മാത്രമല്ല കേട്ടോ, റീജേച്ചും എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഇതേപോലെ ചെടികൾ കാണാം, നമുക്ക് അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാനും ബാക്കിൽ ഓക്കെ എന്നാൽ ഞാനും വീഡിയോ റെക്കോർഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും നടക്കുന്നത്. ഇത് നമ്മൾ കാണാത്ത ആ ചെടിയുടെ ഫ്ലവറാണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റി ഓഫ് പ്ലാന്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് ചെടികൾ മാത്രമല്ല, ഒരുപാട് ഇങ്ങനെ സെറാമിക്സിൻ്റെ പോട്ട്സ് വരെ ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാത്തത്. ഐ മീൻ ഇതൊക്കെ പുതിയ ചെടിച്ചട്ടികളാണ്. ഇനി കുഞ്ഞി പ്ലാന്റ്സ് ഒക്കെ വരുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട്, നടാൻ വേണ്ടിയിട്ട്. നമ്പ്യാർ വട്ടം, പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ വെറൈറ്റി, പിന്നെ നമ്മുടെ കസ്തൂരി, ലെമണിൻ്റെ ചെറിയ സാധനം, പിന്നെ നമ്മുടെ ചീര, പിന്നെ നമ്മുടെ ശവന്നാറിപ്പൂ വരെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത്. ഇവിടെ എൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് ചെടികൾ മാത്രമല്ല, കുറേ ഫിഷസും ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലൂ ലൈറ്റൊക്കെ വെച്ചിട്ട് കോയിക്കപ്പ് ഫിഷസ്. പിന്നെ മുന്നിലെ ചെടികൾക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു വാവ് എഫക്റ്റ് കിട്ടുമായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. യെസ്, ദീസ് ആർ ലിറ്റിൽ സില്ലി തിങ്സ് ബട്ട് ദേ ആർ വർത്ത് ഷെയറിങ്. എന്ത് രസമല്ലേ എല്ലാവരും ഗെറ്റിംഗ് ടുഗെദർ ഓവർ എ ഡിന്നർ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എന്നിട്ട് കുട്ടികളുടെ കൂടെ കളിക്കുക, ചില്ല് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സില്ലി തിങ്സ് യെറ്റ് പ്രഷ്യസ് വൺസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.